ഭരണഘടനാ ഭേദഗതി ബില്ലുമായി കേന്ദ്രം. ഭേദഗതിയോടെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് 1 മാസത്തിലധികം കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകും. 5 കൊല്ലമോ അതിലധികമോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിലും സ്ഥാനം നഷ്ടമാകും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇത് ബാധകമാകും. ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങൾ തൗഫീഖ് അസ്ലം നൽകും. തൗഫീഖ്, എത്ര സുപ്രധാനമായ ബില്ലാണ് കേന്ദ്രം അവതരിപ്പിക്കാൻ പോകുന്നത്? എന്തൊക്കെ വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്? ദിവ്യ, നിർണായകമായിട്ടുള്ള ഒരു ബില്ലാണ് നാളെ ലോക്സഭയിൽ വരാനായിരിക്കുന്നത്. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുമെന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ പുതിയ ബില്ല്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമായിരിക്കും. തുടർച്ചയായി 30 ദിവസം ഒരു മന്ത്രി പോലീസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ 31-ാം ദിവസം മന്ത്രിസഭയിൽ നിന്നും നീക്കണം. പ്രധാനമന്ത്രിയോ മന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതായി കണക്കാക്കും എന്നാണ് ഈ ബില്ലിലെ വ്യവസ്ഥയായിട്ട് ഇപ്പോൾ പറയുന്നത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അറസ്റ്റിലായി 30 ദിവസത്തിനകം കസ്റ്റഡിയിൽ കിടക്കുന്നതെങ്കിൽ 31-ാം ദിവസം ആ സ്ഥാനം നഷ്ടമാകുമെന്നതാണ് ഈ ബില്ലിന്റെ ഒരു ചുരുക്കം. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷം നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ വ്യാപകമായി ഉയരുകയും വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു ബില്ലുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത്. ഇത് പ്രതിപക്ഷ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നിരവധി മന്ത്രിമാർക്ക് തിരിച്ചടിയാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കേസുകളിൽ പെട്ട് കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാരെ 30 ദിവസത്തിനുള്ള അവർ ആ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്യുന്നതാണ് ഈ ബില്ലിൽ പറയുന്നത്. അതായത് 5 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർത്ത് അവരെ 30 ദിവസത്തേക്ക് കസ്റ്റഡിയിലാവുകയാണെങ്കിൽ അവരുടെ സ്ഥാനം 31-ാം ദിവസം നഷ്ടമാകുമെന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഡൽഹിയിൽ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ദീർഘനാൾ ജയിലിൽ കിടന്നതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്തൊന്നും അത്തരം കേസുകളിൽ പെടുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അത് മാറ്റി എഴുതുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതിലൂടെ ചെയ്യുന്നത്. അതിലൂടെ തന്നെ ഇത് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെക്കാനുള്ള ഒരു ആയുധമായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നാളെ ഈ ബില്ല് ലോക്സഭയിൽ വരികയാണെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് വലിയ പ്രതിഷേധം ഉയരാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളെ CBIയും അതോടൊപ്പം തന്നെ EDയും എല്ലാം ഉപയോഗിച്ച് പ്രതിപക്ഷത്തിനെതിരെ കള്ളക്കേസ് ചുമത്തുന്നു എന്നുള്ള വലിയ ആരോപണം നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബില്ല് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും കൂടി ഇത് ബാധകമാകും. അതിന്റെ ഒരു ബില്ല് കൂടി നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീർ പുനഃസംഘടന ബില്ല് കൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി ഈ ബില്ല് അവതരിക്കുന്നതിലൂടെ ലഭിച്ചേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബില്ലിനെതിരെ ഭരണപക്ഷത്തു നിന്നടക്കം എതിർപ്പുയരാൻ സാധ്യതയില്ലേ? കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ലായതിനാൽ ഭരണപക്ഷത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ നാളെ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം NDAയിൽ നിന്ന് ഏതെങ്കിലും കക്ഷികൾ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയാണെങ്കിൽ ആ ബില്ല് പാസ്സാക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാകില്ല. ഏതെങ്കിലും NDA ഘടകകക്ഷി എതിർപ്പുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ബില്ലുമായിട്ട് കേന്ദ്ര സർക്കാരിനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്താണ് ഇനി നടക്കാൻ പോവുക എന്നുള്ളത് നാളെയായിരിക്കും നിലവിൽ അറിയാൻ സാധിക്കുക. പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ, അതായത് പ്രധാനമന്ത്രിയും മന്ത്രിമാർ എന്നിവർ കൂടി ഇത് ബാധകമാണെന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. ഈ ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ലെന്ന് ഈ ബില്ല് ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ 2 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകും എന്നതാണ് ഇപ്പോഴത്തെ ചട്ടം. പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കുന്ന പേരിൽ വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെയാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെയാണ് അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ നടപടി സ്വീകരിക്കാനോ അദ്ദേഹത്തെ പുറത്താക്കാനൊന്നും കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ബില്ല് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നാളെ എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട്
വലിയ പ്രതിഷേധം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം.